നമുക്ക് ലീഗ് നേതൃത്വത്തിന്റെ മീറ്റിംഗിലേക്ക് പോകാം. അവരിനി എന്താണ് തീരുമാനിക്കാൻ പോകുന്നത്, ഇനി അവരെന്താണ് പറയാൻ പോകുന്നത്, അടുത്ത കോലാഹലം എന്താണെന്ന് പരിശോധിക്കണ്ടേ? KT സ്വാലിഹ മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ലീഗ് യോഗത്തിന്റെ സമഗ്ര വിവരങ്ങൾ. സ്വാലി, ഗുഡ് മോർണിംഗ്. ഏതായാലും ലീഗ് പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പണിയാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ പാണക്കാട്ട് മുറ്റത്ത് വന്ന് ക്യൂ നിൽക്കേണ്ടതാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം. പക്ഷേ അവർക്ക് തന്നെ ഒറ്റയ്ക്ക് 63 MLA-മാരുള്ളത് കൊണ്ട് ലീഗിനെ കാര്യമായി ഗൗനിക്കുന്നില്ല. മുഖ്യമന്ത്രി ചർച്ചയിൽ നിങ്ങൾ വലിയ അഭിപ്രായമൊന്നും പറയേണ്ട, അങ്ങ് മാറി നിന്നാൽ മതിയെന്ന് പല നേതാക്കന്മാരും, MM ഹസനും ഒപ്പം തന്നെ മാത്യു കുഴൽനാടനൊക്കെ പരസ്യമായി വിളിച്ചു പറഞ്ഞും കഴിഞ്ഞു. ഏതായാലും ലീഗാണ് മുഖ്യമന്ത്രി ചർച്ച ഇത്രയധികം വഷളാക്കിയത് എന്നൊരു വികാരവും കോൺഗ്രസിനകത്തുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ലീഗ് യോഗം ചേരുമ്പോൾ അവരുടെ ഒരു നീക്കം അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തകൾ എന്താണ് സ്വാലി? തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗം ഇന്ന് പാണക്കാട് സാദിഖലി തങ്ങളുടെ വീട്ടിലാണ് ചേരുന്നത്. ഈ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വൈകുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം പരസ്യമായി തന്നെ ഈ മുഖ്യമന്ത്രി വൈകുന്നതിൽ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നിർദ്ദേശിച്ച പേര് VD സതീശൻ്റേതായിരുന്നു. അത് പരിഗണിക്കുന്നില്ലെങ്കിൽ സ്വീകരിക്കേണ്ട സമീപനത്തെ കുറിച്ച് വിശദമായി ഇന്ന് നേതാക്കൾ ചർച്ച ചെയ്യും. അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ 5 മന്ത്രിമാരാണ് ഉണ്ടാവുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഈ 5 പേരെ ഇന്ന് കണ്ടെത്തും, അതല്ലെങ്കിൽ 4 പേരെയെങ്കിലും ഇന്ന് കണ്ടെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പ്രഖ്യാപനം മുഖ്യമന്ത്രിയെ കണ്ടെത്തിയതിന് ശേഷമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ യോഗത്തിന് ശേഷം ഒരു പക്ഷേ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ മുസ്ലിം ലീഗ് അത്രമേൽ അസംതൃപ്തി ഈ വിഷയങ്ങളിലുണ്ട്. അവരുടെ ചർച്ചകൾ, വകുപ്പുകൾ പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ മന്ത്രിമാരെ കണ്ടെത്തുന്നതെല്ലാം തന്നെ ഇന്ന് തന്നെ നടക്കും. മനു, ഓക്കെ. അവിടെ സ്വാലി, പക്ഷേ ഇവരുടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വികാരം, ഈ ലീഗ് ഒരു കുറുമുന്നണി ഉണ്ടാക്കി മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഘടകക്ഷികളൊക്കെ കൂട്ടി സതീശിന് വേണ്ടിയിട്ട്, അതാണ് പ്രശ്നം ഇത്രയും വഷളാക്കിയത് എന്നൊരു പൊതുവികാരം കോൺഗ്രസിനുള്ളിലുണ്ടല്ലോ. MM ഹസനും മാത്യു കുഴൽനാടനും ഒക്കെ പരസ്യമായി തന്നെ ലീഗിനെയൊക്കെ തള്ളിപ്പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അതിനെതിരെ എന്തെങ്കിലും ശബ്ദിക്കാനുള്ള സാധ്യതയുണ്ടോ, അതോ നൊമ്പരം കടിച്ചമർത്തി പിരിയാനാണോ സാധ്യത? എന്താണ് ലീഗിന് ഒരു പഴയ കമാൻഡിംഗ് പവർ UDF-നുള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണോ അവരുടെ ആശങ്ക? മനു, VD സതീശൻ്റെ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന്, അത് ജനങ്ങളുടെ വികാരമാണ്, അങ്ങനെയാണ് ജനങ്ങളുടെ വികാരമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ പക്ഷം ചേരേണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും, സാദിഖലി തങ്ങൾ നിർദ്ദേശിച്ചിരുന്നെങ്കിലും അത് നടക്കാതെ പോയി. പിന്നീട് VD സതീശന് വേണ്ടി നേതാക്കൾ ഓരോരുത്തരായി രംഗത്തെത്തുന്നു. AICC നിരീക്ഷകരെത്തിയപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം നേരിട്ട് കണ്ടിരുന്നു. അതോടൊപ്പം മനു സൂചിപ്പിച്ചതുപോലെ ഘടകകക്ഷികളെ എല്ലാം ചേർത്ത് അവരുടെ അഭിപ്രായം സ്വരൂപിച്ച് ഒരു കത്ത് നൽകി AICC നിരീക്ഷകർക്ക് ഒരു കത്ത് നൽകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അതിനൊന്നും ഫലം കാണാത്ത ഒരു സാഹചര്യം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു വന്നു. അതാണ് മുസ്ലിം ലീഗിന് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് ഈ വലിയൊരു പ്രതിസന്ധി തുടരുകയാണ്. ഇത് സ്വാഭാവികമായും ഈ വിജയത്തിൻ്റെ ഒക്കെ ഒരു നിറം കെടുത്തിക്കളഞ്ഞു എന്നൊരു വിലയിരുത്തൽ നേതാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ട് അവർ സ്വീകരിക്കേണ്ട നടപടി, സമീപനം എന്താണ് എന്നത് സംബന്ധിച്ച ഒരു ചർച്ച ഇന്ന് ഉണ്ടാവും. മനു.